എനിക്ക് തോന്നുന്നു ഒരുവിധം കുട്ടികളുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ ക്യാബിൻ ക്രൂ ആകുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു കോഴ്സ് പഠിക്കണോ എന്നുള്ളത്. ശരിക്കും എന്താണ് അതിനൊരു ഉത്തരം നൽകാൻ സാധിക്കുക? ശരിക്കും പറഞ്ഞാൽ ഒരു കോഴ്സിന്റെ ആവശ്യമില്ല ക്യാബിൻ ക്രൂ പഠിക്കാനായിട്ട്. ഞാനൊരു കോഴ്സ് പഠിച്ചിട്ടല്ല ക്യാബിൻ ക്രൂ ആയത്. അതിന് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ PSC കോച്ചിങ്ങിന് പോയാലും PSC കോച്ചിങ്ങിന് പോയില്ലെങ്കിലും എക്സാം എഴുതാം അല്ലേ? അതെ. ആ ഒരു സിമ്പിൾ എക്സാമ്പിളാണ് നമ്മൾ തരുന്നത്. നിങ്ങൾ PSC കോച്ചിങ്ങിന് പോകുകയാണെങ്കിൽ യു ഗെറ്റ് മോർ എന്താ പറയുക നോളജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ട്രെയിനിങ് കിട്ടും. ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾ ഗ്രൂമിങ്ങിൽ കോൺഫിഡൻ്റ് ആണ്, ഇംഗ്ലീഷിൽ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പോയി അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇന്റർവ്യൂ ഡയറക്റ്റ് അറ്റൻഡ് ചെയ്യാം. ആരും ഒരു കോഴ്സിന്റെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഏത് കോഴ്സാണ് പഠിച്ചതെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കുറവുണ്ട്, നിങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവണം, നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ്, പ്രോപ്പർ ഗൈഡൻസ് വേണം, അല്ലെങ്കിൽ പ്രോപ്പർ ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ യെസ് ഡെഫിനറ്റ്ലി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നത് നിങ്ങളുടെ പ്രോസസ്സ് കുറച്ച് ഏർലി ആക്കും. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആരും വീട്ടിലിരുന്നൊന്നും പഠിക്കാൻ പോകുന്നില്ല അല്ലേ? നമ്മൾ ഇപ്പോൾ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ വീട്ടിലിരുന്ന് കണ്ണാടി നോക്കി പറയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആരും പറയില്ല എന്ന് തോന്നുന്നു. അപ്പം അതിന് വേണ്ടിയാണ് ആക്ച്വലി നിങ്ങൾ ഡിസിപ്ലിൻ ആയിട്ട് വന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഡേ ബൈ ഡേ ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് ട്രെയിനിങ്ങാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ജേർണിയുടെ ടൈം നിങ്ങൾക്ക് ലെങ്ത് കുറയ്ക്കാൻ പറ്റും. സോ അതിനാണ് നിങ്ങളൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യണമെന്ന് പറയുന്നത്.